نحمده ونستعينه ونستغفر به ونتوكل من أعمالنا وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി ജീവിക്കുവാൻ സദാ ശ്രമിക്കണമേ. ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖ്യമായ ശത്രുവിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. മറഞ്ഞ വഴിയിലൂടെ നമ്മെ ആക്രമിക്കുന്ന പിശാച് രക്തം ഓടുന്ന എല്ലാ സ്ഥലത്തൂടെയും സഞ്ചരിക്കാൻ കഴിയുമെന്നും മനസ്സിൽ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് ദുർമന്ത്രം നടത്താൻ, ഉസ്വാസുണ്ടാക്കാൻ പിശാചിന് സാധ്യമാകുമെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കി. ഒപ്പം പിശാചിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോടും നമുക്ക് ദേഷ്യമുണ്ടാകില്ല എന്ന് ഒരാൾക്ക് വയലന്റായി സംസാരിക്കുന്നതും ദുർമന്ത്രണം നടത്തിത്തരുന്നതിലുമൊക്കെ പിശാചിന്റെ പങ്ക് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് അങ്ങനെ ഒരാൾ നമ്മോട് സംസാരിക്കുമ്പം അദ്ദേഹത്തിന്റെ പിശാചിന്റെ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ടാകില്ല എന്നതും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ശൈത്താൻ നമ്മളെ ഒരുപാട് നന്മയെന്ന് പിന്തിരിപ്പിക്കുന്ന, ധാരാളം പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, ധാരാളം വിഷയത്തിൽ നിയ്യത്തിൽ
മറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമുക്ക് വന്നു പോകും. നമുക്കൊക്കെ അറിയാം, എന്തിനേറെ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ അവിടെ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് കഴിക്കേണ്ടതെന്നറിയാം. പക്ഷെ ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യും, ആദ്യം ആ അച്ചാറും ഇതൊക്കെ ഒന്ന് തൊട്ടുകൂട്ടുമ്പോൾ, ആദ്യം കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നാമ്പലച്ച് തൊട്ടുകൂട്ടുമ്പോൾ തന്നെ അങ്ങനെ അടുമാറും. അതൊരു പിശാചിന്റെ ഇടപെടൽ, ഇത്തരം മറവി നമുക്ക് വരുത്തുന്നത്. അതിലും നമ്മൾ നല്ല ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട്. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ശൈത്താൻ ഒരു വിഹിതമുണ്ട് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ യഅ്കുലന്ന ലാ യശ്റബന്ന. ഇടത് കൈകൊണ്ട് തിന്നാനും പാടില്ല, കുടിക്കാനും പാടില്ല. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ ശൈത്താന് നമ്മളെ ഭക്ഷണത്തിനൊരു വിഹിതം ലഭ്യമാകുമെന്ന് റസൂൽ പഠിപ്പിച്ചു. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തീർത്ത് കഴിക്കണം. അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു വറ്റ് നമ്മൾ തീന്മേശമേൽ വീണാൽ അതെടുത്ത് കഴിക്കണം. ഒരു എല്ലിന്റെ കഷ്ണോ മീനിന്റെ മുള്ളുമലോ ഒക്കെ നമ്മളിങ്ങനെ ഒരു സാമട്ടിൽ അതിമേലൊക്കെ കുറെ ഭക്ഷണം വറ്റും മറ്റൊക്കെ അങ്ങോട്ട് പോയി പോവാം. പ്രത്യേകിച്ച് കല്യാണവും സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല പലരും. അത് ചില ആൾക്കാരൊക്കെ അതിലൊരു ഗൗരവം കാണില്ല. മാത്രമല്ല, ശരിക്കും ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പലരും ഇങ്ങനെ കൈ കഴുകാനൊക്കെ പോണ രംഗം കുറേ വറ്റൊക്കെ കൈമലായി കുറേ ഉണ്ടാവും. ഇതിൽ അങ്ങനെ പാടില്ലല്ലോ. നമ്മൾ എവിടെയാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ബർക്കത്തുണ്ട്. എത്രയോ പേർ ഭക്ഷണം കിട്ടാതെ ലൈനിൽ നിന്ന് ഫുഡിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. മക്കളൊക്കെ അങ്ങനെ ലൈനിൽ നിൽക്കണ എത്ര സ്ഥലമുണ്ട് ഒരു കുറച്ച് ഭക്ഷണം കിട്ടാൻ. എന്നിട്ട് നമ്മൾ ഈ ഒരു ധാരാളിത്തം കാണിക്കുമ്പോൾ, ഇതിനോടൊരു അദബ് കാണിക്കാതിരിക്കുമ്പോൾ അത് ഗൗരവമായി കാണേണ്ടതല്ലേ? പുറത്തൊക്കിങ്ങള്. അതായത് നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ റസൂല പഠിപ്പിച്ചതെന്താ? തീർത്ത് കഴിക്കണം. വിരലുമുള്ള വറ്റൊക്കെ ആ ഭക്ഷണമൊക്കെ നമ്മൾ ഈമ്പി കഴിക്കണം. അതെ, വിരലുമുള്ളൊക്കെ ഈമ്പണം. ഇതൊരു അലച്ചിൽ മാറിയിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. അത് ശരിക്കും അതിന്റെ ഒരു സുന്നത്താണല്ലോ. നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ച പ്ലേറ്റും കഴുകിയ പ്ലേറ്റും കണ്ടാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ര ഫുള്ള് തുടച്ച് വിരലുമൊക്കെ ഈമ്പി ഫുള്ള് കഴിക്കും. എന്നിട്ട് വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കും. ആളുകൾ പലപ്പോഴും ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിലും എന്ത് ചെയ്യും? ഇടത്തെ കൈകൊണ്ട് കുടിക്കും. അല്ലെ, ഒരു കടല കിട്ടിയാൽ ആൾക്കാർ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ കുറിക്കും. സൽക്കാരത്തിനൊക്കെ ഒരു പൂവമ്പഴം കിട്ടിയാലോ ഇടത്തെ കൈയിൽ പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് ഇങ്ങനെ തൊലിച്ചിട്ട് ഇടത്തെ കൈകൊണ്ട് തിന്നും. നോക്കൂ നിങ്ങൾ, ഇതൊരു സീരിയസ് ആയി കാണുന്നില്ല. ഇതൊക്കെ പിശാചിന് വിഹിതമുണ്ടാകുന്നതാണെന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബർക്കത്തുണ്ട്, അത് പൂർണ്ണമായും കഴിക്കണമെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ഗൗരവപരമായി ശ്രദ്ധിക്കുമ്പോഴാണ് ശൈത്താൻ ഇടപെടുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഏറെ ഗൗരവം നമ്മൾ കാണിക്കണം. പിശാചിന് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു വിഹിതം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു സീരിയസ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരുപാട് രംഗത്ത് നമ്മളെ മറപ്പിക്കും. നമുക്കറിയാലോ, ബിസ്മി ചെല്ലാൻ അഥവാ മറന്നുപോയാൽ റസൂലുള്ള പറഞ്ഞു, ഇടയ്ക്ക് ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറയണമെന്ന് റസൂലുള്ള പറഞ്ഞു. അങ്ങനെ എത്ര പുണ്യം ശൈത്താൻ നമ്മളെ മറപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടാവും. ശരിക്കും നമ്മളെ ഒന്നുവരെ ചിലപ്പോൾ ശരിയാവൂല. പിശാച് ഇടപെടുന്ന രംഗം നോക്കിങ്ങൾ. ആളുകൾ എന്ത് ചെയ്യും? പലപ്പോഴും ഈ ഫസ്റ്റിലൊന്നും എന്ത് ചെയ്യും? കാല് രണ്ടും കഴുകിയിട്ടായിരിക്കും ഇങ്ങോട്ട് കയറുക ഒതു കൊടുക്കാൻ. അങ്ങനെ കാല് കഴുകിയിട്ട് കയറിക്കഴിഞ്ഞാൽ ഒതു എടുത്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? രണ്ട് കാലുകൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ വെള്ളം ഒഴിക്കല. അപ്പൊ ശരിക്ക് ഒതു ശരിയായില്ലല്ലോ.
ആ വലത്തെ കാല് ആദ്യം നമ്മൾ കഴുകണം, ഇടതുകാല് കഴുകണം, ആ നെരിയാണിന്റെ അവിടെയൊക്കെ വെള്ളാവണം. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും ആ ഒരു ഒന്നുപോലും ശരിയാവാഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ നമസ്കാരം തന്നെ പോയി. ഒന്നുമില്ലെങ്കിൽ പിന്നെ നിസ്കാരമല്ലല്ലോ. അപ്പൊ അങ്ങനെ എത്ര സ്ഥലത്താണ് ശൈത്താന്റെ ഇടപെടൽ എന്നത് തിരിച്ചറിയാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. വളരെ ഗൗരവമാണ് ആ കാര്യം. എത്രത്തോളം ശൈത്താന്റെ ഓരോ ഇടപെടുന്ന രംഗം, അതായത് പെട്ടെന്ന് ദമ്പതിമാരെ തെറ്റിക്കാൻ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ പിശാച് വല്ലാതെ ഇടപെടും. നല്ലോണം കരുതേണ്ട മേഖലയാണ്. ഒരു ചെറിയ കാര്യം മതിയാവും പ്രശ്നം ഉണ്ടാകാൻ. അതെ, ഭാര്യനും ഭർത്താവിനും തെറ്റിക്കണേ. റസൂലുള്ള പറഞ്ഞ ഹദീസ് നമുക്ക് കാണുള്ളൂ. പറഞ്ഞുതരാം നമുക്ക് എന്താണ്. അതായത് ഭാര്യനും ഭർത്താവിനെയും പിണക്കി കിടത്തി ഉറക്കിയിട്ട് വരുന്ന പിശാചിന്റെ ലോകത്തൊരു വലിയ കോൺഫറൻസ്, ഒരു മീറ്റിംഗ് എന്നും ഒരു മീറ്റിംഗ് ഉണ്ടാവും ശൈത്താന്റെ ലോകത്ത്. അതെപ്പോഴാ ആ ലോകത്ത് ആ മീറ്റിംഗിൽ അന്ന് ഭാര്യയും ഭർത്താവിനും തെറ്റിച്ച് വന്ന ശൈത്താന് വലിയ ഇരിപ്പിടവും വലിയ സ്ഥാനവും ഉണ്ട് എന്നതാണ്. ഇതൊക്കെ റസൂൽ നമുക്ക് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കരുതണം. ഒരു ചെറിയ പ്രശ്നത്തിനായിരിക്കും ദമ്പതിമാര് തെറ്റ്. ആ തെറ്റിൽ ചെറിയൊരു കാര്യം എന്ത് ഒരു നല്ല നിലക്ക് പോണതിന്റെ ഇടയിൽ ഒരു മൈന്യൂട്ട് കാര്യം മതിയാവും. ഇത് പിശാചാണ് ഇടപെടുന്നത് മനസ്സിലാക്കുമ്പോഴാണ് ഈ തെറ്റ് വരിക. അതെ, എന്താ മൈന്യൂട്ട് കാര്യം? ഇപ്പൊ കറിയിൽ 2 പ്രാവശ്യം ഉപ്പിട്ടാൽ മതി. 2 പ്രാവശ്യം കറിയിൽ ഉപ്പിട്ടാൽ എന്തായി? അത് മറന്നുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോ ഭാര്യ ആദ്യം ചെയ്തിട്ടുണ്ടാവില്ല, അതൊന്നും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ഉപ്പ് കൂടിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇരിക്കുമ്പോ ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഈ കറി ഇങ്ങോട്ട് ഒഴിക്കുമ്പോ തന്നെ അവിടെ പ്രശ്നം തുടങ്ങായി. എന്ത് കറിയാണിത് എന്നുള്ളൊരു ചോദ്യം പെട്ടെന്ന് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു പൈശാചികമായ ഇടപെടലുണ്ടാവും. അപ്പോഴേക്ക് തിരിച്ച് ഭാര്യയ്ക്കും എന്ത് ചെയ്യും? ശൈത്താൻ വരും. നിങ്ങൾ എന്തെങ്കിലും എന്റെ കറിക്ക് നല്ല പറഞ്ഞു നോക്കുകള്, പ്രശ്നം പോണ പോക്ക്. പിന്നെന്താകും? അല്ലെങ്കിലും നിങ്ങളെ കുടുംബം തന്നെ അങ്ങനെ, നിങ്ങളെ കുടുംബം അങ്ങോട്ട് ചോദ്യം. അങ്ങനെ ബാപ്പനെ പറഞ്ഞ് മറ്റേ അമ്മോച്ചക്കാരൻ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് എന്താവും? പ്രശ്നം രൂക്ഷായി. ഇത് മക്കളൊക്കെ കാണുക, അങ്ങനെ എല്ലാവരും സ്റ്റെക്കായി നിൽക്കുക. എന്നിട്ട് എനിക്ക് എത്ര കല്യാണാലോചന വന്നാണ്, ഞാൻ ഈ കുടുങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയാനും ചെയ്തത്. ഒരു ഉപ്പ് കൂടിയതും മതി. ഇങ്ങനെ ഇടപെടുമാര്. ഇത് ശൈത്താന്റെ ഇടപെടലാണെന്ന് തിരിച്ചറിയാഞ്ഞാൽ എന്താവും അവസ്ഥകൾ ആലോചിച്ച് നോക്കി. എത്ര പൊരയിലിങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് തെറ്റിയും പിണങ്ങിയും എന്നിട്ടത് നന്നാവാതെ എത്ര വീടുകളുണ്ട്. ഒരു ദിവസം പിശാചുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തപ്പം ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് എന്റെ വീട്ടിലേക്ക് വരുമോ വെച്ചു. ഞാൻ ആ ഡോക്ടറെ കാറിൽ കയറിപ്പോയി. അപ്പം കാണുന്നത്, അപ്പോഴാണ് ഡോക്ടർ എത്തിയപ്പോ ഡോക്ടർ നല്ല ഫേമസ് ഡോക്ടറാണ്. പക്ഷെ വീട്ടില് ഭാര്യയും ഡോക്ടറുമായി 15 കൊല്ലായി പിണങ്ങി കിടക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ സ്വന്തം അവലും ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക, ഭാര്യ ഒന്നും എടുത്തു കൊടുക്കൂല. അങ്ങനെ പിണക്കം 15 കൊല്ലായി. രണ്ടാളും ബെഡ്റൂമിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴാണ് ഇതിന്റെ സീരിയസ് മനസ്സിലായി. അവസാനം 2 മണിക്കൂർ കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു, ആ രണ്ടാളോട് ഒരുമിച്ചിരുന്നിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ശരിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ ഇങ്ങനെ തലവെച്ച് മരിക്കണിലെ തൊട്ടു മുമ്പ് ആയിഷാന്റെ ആങ്ങള അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നപ്പം ആ അറാഖിന്റെ കൊള്ളി അതിനോട് ഇങ്ങനെ പല്ല് തേച്ചു കൊടുത്ത് അങ്ങനെ കലിമല്യ റസൂലുള്ളാഹി മരിച്ചത്. റസൂലുള്ളാഹിന്റെ ഉമിനീരും ആയിഷാന്റെ ഉമിനീരും ആ അറാഖിന്റെ കൊള്ളി ആയിഷാനെ കടിച്ച് ബ്രഷാക്കി ഇങ്ങനെ ചെയ്തിട്ടാണ് പല്ല് വെച്ചിട്ട് അങ്ങനെ കലിമല്ലി മരിക്കുന്ന പറയുമ്പോൾ, അപ്പൊ അവസാനം അവർ പറഞ്ഞു, ആ ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവിന് എനിക്ക് അങ്ങനെ മരിപ്പിക്കണം ഈ ഡോക്ടറെ, അതിനുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം എന്നിട്ടോ ഒരു ചെറിയ പ്രശ്നത്തിന് 15 കൊല്ലായി തെറ്റിയ. ഇങ്ങനെ എത്ര വീടുണ്ട് അറിയോ? 2 റൂമിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ശൈത്താനെ മനസ്സിലാക്കാതെ വരുമ്പോണ്ടാകുന്ന വലിയ അപകടമാണെന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതെ, എത്രത്തോളം അറിയാം പിശാചിന്റെ ഇടപെടല്? ഒരു ഖുർആൻ ഓതുന്നോടത്ത് പോലും ശൈത്താൻ വരും. അതെ, അതാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത്. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ടാണ്
വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ല് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതുന്നിടത്ത് വരെ ശൈത്താൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം, എത്രമാത്രം ഗൗരവം ഈ പിശാചിനെ പറ്റി നമ്മൾ അറിയണം. ഇനിയോ മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ശൈത്താന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. എന്തൊക്കെ പ്രവർത്തനം! അതെ, അതായത് തങ്ങള്, ജ്യോത്സ്യന്, പണിക്കര്, ചാത്തൻ സേവാ മഠം, ഇങ്ങനത്തെ എല്ലാം, സാക്ഷാൽ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞ എന്താ, ശരിക്കും നമ്മൾ ജിന്ന്, പിശാജ് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇതൊക്കെ ഈ ഗൂഢോത്തരം, സിഹ്റ്, മാരണം, ഇതില് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സിദ്ധനായാലും സ്വാമിയായാലും ഔലിയായാലും തങ്ങളായാലും ഇവരില് ഇത്തരം ആളുകൾക്ക് മിക്കവർക്കും എന്തുണ്ടാവും, പിശാചിനെ ഒരു സേവയും അവരാവാഹിക്കാനുള്ള ഒരു കഴിവുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തുണ്ടാവും, ആ ചെപ്പടി വിദ്യ, തത്സമാവത്തിന്റെ പണിയൊക്കെ പഠിച്ച ആളുകൾക്കുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് ഇങ്ങനത്തെ ഒരു തങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാള് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളിങ്ങോട്ട് വരുമ്പോഴേക്ക്, ഇവരടുത്തേക്ക് ഒരാണോ ഒരു പെണ്ണോ ഒരു വിഷയമായിട്ട് വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇവരങ്ങോട്ട് പറയും. അവിടെയാണ് പെട്ടുപോകുന്നത്. ഇത് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, ശൈത്താൻ ഈ സിദ്ധന്, ഈ ഔലിയക്ക്, ഈ തങ്ങൾക്ക്, ഈ ചാത്തൻ സേവാ മഠത്തിലുള്ള ആൾക്ക്, ഈ പണിക്കർക്ക് എന്ത് ചെയ്യും, ചെവിയിൽ കുറുകി കൊടുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കും, വരുന്ന വരവിൽ പറയും, ആ ഭാര്യയുമായി തെറ്റി വന്നാണില്ലേ, നിങ്ങളെ മാല കളഞ്ഞു പോയില്ലേ, നമ്മളെ പേരും ഇതൊക്കെ അവരോട് പറയും. അപ്പോഴേക്കെന്ത് ചെയ്യും, ഇതറിയാത്തത് മനസ്സിലാക്കാത്ത പിശാചിനെ പഠിക്കാത്തവൻ എന്ത് ചെയ്യും, എങ്ങനെ തങ്ങൾ ഇതറിഞ്ഞു എന്നാവും. അതിലെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ശൈത്താൻ കുറുകി കൊടുക്കും ഈ സേവയുള്ളവർക്ക്. അതുകൊണ്ട് അതിലാണ് പലരും പെട്ടുപോകുന്നത്. എന്നിട്ട് പിന്നെ ഇവരെന്ത് ചെയ്യും, ഇത് മാറ്റാൻ കുറെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, കരിങ്കോയി വേണം, മറ്റു വേണം, മറ്റുള്ള പൂജാ സാധനങ്ങളുടെ കുറെ ലിസ്റ്റ് 2000-3000 ലിസ്റ്റായിട്ട് കൊടുക്കും. അത് നിങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അതിന്റെ കാശിരെ അറിയുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ എന്തൊക്കെ നടക്കും. ഇതെന്തുകൊണ്ടറിയോ, ഇങ്ങനെ ശൈത്താൻ ഇടപെടാനും ചെവിയിൽ കുറുകി ഇങ്ങനത്തെ സാഹിറന്മാർക്ക് അവർക്ക് എന്ത് ചെയ്യും, അങ്ങനത്തെ ആൾക്ക് കുറുകി കൊടുക്കും, 100 നുണയും ചേർത്തവർ പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം ബിൽ പറഞ്ഞൊക്കെ സത്യമായിരിക്കും, ഒരു 3-4 അതിപ്പോ എന്തൊക്കെയുണ്ട്, ഇതാർക്കും കിട്ടുമറിയോ, റോട്ടുമുള്ള മജീഷ്യന്മാർ മുതൽ, അതായത് കൊറോൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൈ നോക്കണമൊക്കെ അറിഞ്ഞു വരില്ല, അവരും പറയും ആദ്യം 4. പക്ഷേ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞതിന്റെ ഇടയിൽ ഒരു പട്ടി അത് കുരച്ചാൽ മതി, അപ്പോഴത്തേന് ഇവരെന്ത് ചെയ്യും, അല്ല ഇവിടെ പട്ടി ഉണ്ടോന്ന് ചോദിക്കും. കാരണം എന്താ, അതുപോൽക്ക് അറിയില്ല, ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കാലിന് കടിക്കും, ഈ കുറച്ചെന്റെ കാലിന് അടിക്കുന്നവർക്ക് അറിയില്ല, അത് പറയാൻ കഴിയില്ല, അതറിയില്ല, അവരെ ഭാവി തന്നെ പറയാൻ കഴിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനത്തെ 4 പറയുമ്പോഴേക്ക് പെട്ടുപോകും. ശൈത്താനെ പഠിക്കാനുള്ള അപകടം ഇങ്ങനെയൊക്കെ പറയും. എന്തിനേറെ റോട്ടുമല്ലൊക്കെ ഈ പാമ്പാട്ടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പാമ്പിനൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും, ഒരാളെ മൂടിയിട്ട് ചോദിക്കൂലേ, ഇയാളെ പേരെന്താണ്, ഇയാളെ വാച്ചിലെത്ര സമയമായി, ഇയാളെ കീശയിൽ എത്ര പൈസ ഉണ്ട്, നോട്ടിലെ നമ്പർ എത്രയാണ് എന്നൊക്കെ പറഞ്ഞ പല സ്ഥലവും കാണും. ശരിക്കും എന്താ അറിയോ, ഇവിടെയും ഈ പിശാചിന്റെ ഇടപെടലാണ്. റസൂൽ പറഞ്ഞ 2 കരയുണ്ട്, ഖുർആനിൽ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച. അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യും, അപ്പൊ വാച്ചിൽ എത്ര സമയമായി, നോട്ടിൽ നമ്പർ, അപ്പൊ വാച്ചിൽ നമ്മൾ നോക്കും. അപ്പോൾ ആ സമയം നമ്മൾ നോക്കിയാൽ അപ്പൊ ആര് പറയും, ഈ മൂടിയിട്ടാൾ പറയും, നോട്ടിൽ നമ്പർ എത്ര, നമ്മൾ നമ്പറൊക്കെ നോക്കുമ്പോൾ ആ നമ്പർ പറയും. കീശയിൽ എത്ര പൈസ ഉണ്ട്, നമ്മൾ ആദ്യം അറിയെങ്കിൽ, കൃത്യമായിട്ട് അറിയെങ്കിൽ അതോട് പറയും, അല്ല നമ്മൾ എണ്ണി നോക്കിയാൽ അപ്പൊ പറയും ആര്, മൂടിയിട്ടാൾ. ഇങ്ങനെ പിശാചിന് ഇടപെടാൻ കഴിയുമെന്നത് നമ്മൾ പഠിക്കണം. ഇങ്ങനെ ഇടപെടും ശൈത്താൻ. അതുകൊണ്ട് ആ ശൈത്താനെ കരുതിയിരിക്കണം. അതുകൊണ്ട് എന്നാലോ നമ്മളെ വാച്ച് നമ്മൾ ചാവി ഇങ്ങോട്ട് തിരിച്ചു, ഇത് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ചാവി തിരിച്ചു, നമ്മൾ സമയം കണ്ടിട്ടില്ല, കാണാൻ നമ്മളിങ്ങനെ ചാവി തിരിച്ച് നേരെ വെച്ചിട്ട് ഇപ്പൊ എത്ര സമയമായെന്ന് ചോദിച്ചാൽ ഈ മൂടിട്ടാക്ക് പറയാൻ കഴിയില്ല, ശൈത്താന് വിവരം കൊടുക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടാലേ അതെന്ത് ചെയ്യുള്ളൂ, ചെവിയിൽ കുറുകി കൊടുത്ത് പിന്നെ ഇത് നുണയും ചേർത്ത് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കാഞ്ഞാൽ, ശൈത്താന്റെ ഇങ്ങനത്തെ ഇടപെടൽ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനത്തെ സാഹിറന്മാരെടുത്ത്, ജ്യോത്സ്യന്മാരെടുത്ത്, ഇങ്ങനത്തെ പണിക്കരെടുത്ത്, തങ്ങളടുത്തൊക്കെ പോയിട്ട് ഇതിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളിത് നല്ലോണം അറിയണം. ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നെ ഏതൊക്കെ രംഗത്ത് ശൈത്താൻ ഇടപെടുമെന്നും
അതിന്റെ സീരിയസ് മനസ്സിലാകുന്നതോടുകൂടി ഇത്തരം ഒന്നിലും നമ്മൾ പെട്ടുപോകില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഐനുക ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. ഇതൊക്കെ ഉണ്ട്. അസൂയുണ്ട്, കണ്ണേറുണ്ട്, ഇതെല്ലാം ഉണ്ട്, സിഹിറുണ്ട്. അതെ, 7 വൻപാപങ്ങളിൽ ഏറ്റവും ഒന്നാമതായി എണ്ണിയതെന്താ? ശിർക്ക് കഴിഞ്ഞാൽ തുടർന്ന് സിഹിറാണ്. അതെ, ആ 7 പാപവും, സിഹിറും പലിശ പുജിക്കലും കൊലപാതകവും യത്തീമങ്ങളെ മുതൽ കഴിക്കലും അതേപോലെ തന്നെ യുദ്ധത്തിന് പിന്തിരിഞ്ഞോടലും അതേപോലെ സത്യവിശ്വാസികളിൽ അപരാധം പറയലും, ഈ 7 വൻപാപങ്ങൾ. അതിൽ രണ്ടാമത്തതാണല്ലോ സിഹിർ എന്നത്. അതുള്ളതാണ്, ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. അതെ, റസൂൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സിഹിർ ചെയ്ത സംഭവവും മുടിയും ചീർപ്പും ഉപയോഗിച്ച് ഒരു കിണറ്റിൽ ചെയ്തതും ആ കിണറന്നെ ഒരു വേറെ കളറാകുകയും റസൂലുള്ളാഹിക്ക് ജിബ്രീൽ വഹി വന്ന് ആ കിണർ മൂടാൻ പറയുകയും, അങ്ങനെയാണല്ലോ മുവദ്ദത്തൈനി ഖുല്ലല്ലാഹു ഖുല്ലഅദുബിൻ ഫലക്കും ബിന്നാസും അപ്പിറങ്ങിയ സൂറത്താണ്. അതെ, ഇതിനൊക്കെയുള്ള പ്രതിവിധിയായിട്ട് നമ്മോട് പറഞ്ഞത് ആ സൂറത്ത് ഓതാൻ പറഞ്ഞു. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാചി വരില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതെ, എത്രത്തോളം ചിത്രം ഫോട്ടോ ഒക്കെ നമ്മളെ വീട്ടിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല. ബൊമ്മക്കുട്ടിയായാലും ചില ആൾക്കാരുടെ ഷോക്കേസിലൊക്കെ ആനക്കുട്ടി, അതേപോലെയുള്ള പല പക്ഷികള്, ഇതൊക്കെ നമ്മൾ അലമാരെന്ന് ഒഴിവാക്കണം. ഫോട്ടോകള് ഇങ്ങനെ വെക്കുക, ഇതൊക്കെ അനിവാര്യമായ ഘട്ടത്തിൽ നമുക്ക് ഫോട്ടോ ഒക്കെ വേണ്ടി വരും. അതിനൊക്കെ എടുത്ത് പാസ്പോർട്ടിലും മറ്റുള്ളതിലൊക്കെ വേണ്ടി വരും. അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നിൽക്കാതെ ഇങ്ങനെ വീട്ടിൽ ഫോട്ടോ ഒട്ടിക്കുക. അതേപോലെ ചില കലണ്ടറൊക്കെ ഇപ്പൊ നമ്മൾ നമ്മുടെ പുതുവർഷം വരുമ്പോഴും ഒരുപാട് കമ്പനികൾ പല കലണ്ടർ പല ജാതി ജീവനുള്ള ആളുകൾ, അതൊക്കെ നമ്മൾ ചുമരുമ്പോ നിൽക്കുന്ന ഒഴിവാക്കാം. അതെ, മാത്രമല്ല നമ്മളതൊക്കെ ഗൗരവമായി ഫോട്ടോ നിസ്കരിക്കും വരെ ആ ബനിയന്മേൽ ഒരു ഫോട്ടോ ഇട്ടൊക്കെ വരുന്ന ആൾക്കാർ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനെ ഓരോ രംഗവും നമ്മൾ സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ. ശൈത്താൻ ഇടപെടുന്ന മേഖല പഠിച്ച് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച അദ്കാറുകൾ കൃത്യമായി ചൊല്ലി, അങ്ങനെ പിശാചിന്റെ ഇടപെടുന്ന എല്ലാ രംഗവും ഉൾക്കൊണ്ട് നമ്മൾ അതിനെതിരെ ശക്തമാകാൻ വിശ്വാസികളായ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. റബ്ബ് അതിനുള്ള തൗഫീക്ക് അതെല്ലാം പഠിച്ചെടുത്ത് യഥാവിധി ഉൾക്കൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കും കുടുംബത്തിനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന് പറഞ്ഞ് നിങ്ങളോടും ഓർമ്മപ്പെടുത്താണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട പിശാച് ഇടപെടുന്ന മേഖലയാണ് ആരോഗ്യ സമയവും ഒഴിവ് സമയവും. അസ്സിഹത്തു വൽ ഫറ. ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണ്. നമ്മളെ ഈ ആരോഗ്യം അത് എന്നും നമുക്കിങ്ങനെ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത് ശരിക്ക് അത് ദീനി മാർഗത്തിൽ കൂടി നമ്മുടെ ആരോഗ്യം ഉപയോഗിക്കാൻ നമുക്ക് വളരെ ശ്രദ്ധ വേണം, വളരെ ഗൗരവമായി കാണണം. എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യം റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാൽ എന്തിനേറെ, നമ്മളൊന്ന് എഴുന്നേറ്റ് സുബൈക്ക് പള്ളിയിൽ വരുന്ന ഒരാൾ ആ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തുമ്പോൾ അയാളൊരു ആക്സിഡന്റായി കിടന്നാൽ അത് 10-20 കൊല്ലം ബെഡിൽ കിടക്കുമ്പോഴും
ആ ബെഡിൽ കടന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ആരോഗ്യമുള്ള സമയം അയാൾ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് കിടന്ന് നിസ്കരിക്കുമ്പോഴും ആ ജമാഅത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം, നമുക്ക് ഈ ആഫിയത്ത്, ഈ തൗഫീക്ക് റബ്ബ് നൽകിയതാണ്. അതുകൊണ്ട് അത് ശരിക്ക് ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ അതിൻ്റെ പേരിൽ മറുപടി പറയണം. അതേപോലെയാണ് നമ്മുടെ ഒഴിവ് സമയം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ വന്നു കഴിഞ്ഞല്ലോ, അവരൊക്കെ ഇനിയിപ്പോൾ ഒഴിവാണ്. ഈ ഒഴിവ് സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റുകൾ പഠിക്കുന്നത്. ഇതുവരെ നമ്മളെ കുട്ടികളെങ്ങനെ നോക്കിയ നമ്മൾ പലപ്പോഴും എന്തില്ല, ഒരു പരീക്ഷയൊക്കെ അല്ല അങ്ങനെ ഇനിയിപ്പോ ഒരു അടുവിട്ടു. ആ വിടുന്ന വിടലില് മുഴുവൻ വൃത്തികേടുകളും മക്കൾ പഠിച്ച്, ലഹരി പഠിച്ച്, തോന്നിവാസം പഠിച്ച്, പലതും പഠിച്ച് അവർ വീട്ടിലേക്ക് വരുന്ന സമയം ശ്രദ്ധിക്കാതെ പാതിരക്ക് കയറി വരുന്നിടത്തേക്കില്ല, പിന്നെ എത്തി ആദ്യം പയ്യെ ചെറിയ രീതിയിലായി. അങ്ങനെ പലതും, ഇതിലേറെ ഒരു ഫുട്ബോൾ കളിക്ക് വരെ വിടുമ്പ് വരെ നമ്മൾ ശ്രദ്ധിക്കണം. പല ടറഫിലും, എല്ലായിടത്തുമല്ല, ലഹരി മുതൽ മൊത്തം തിന്മകൾ പഠിക്കാനുള്ളൊരു മേഖലയായി മാറിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ വരുമ്പം ഇപ്പോൾ കൂടുതൽ കുട്ടികളെ വരുന്നത്, അവരോട് ചോദിക്കുമ്പോൾ അവർ പഠിച്ചത് ടറഫിന്ന് ഈ ലഹരി കിട്ടിയവരുണ്ട്, വേറെ വീട്ടിൽ നിന്ന് കൺട്രോൾ ഇല്ലാഞ്ഞിട്ട് കിട്ടിയവരുണ്ട്, വാപ്പ സിഗരറ്റ് വിൽക്കണ കണ്ട് പഠിച്ചിട്ട് ബാക്കി വല്യമ്മയ്ക്ക് പോയ ആൾക്കാരുണ്ട്. അതേപോലെ ടൂറ് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ വെക്കേഷനിലൊക്കെ നിൽക്കാതെ ടൂറൊക്കെ നമ്മളെ കുടുംബത്തോടു കൂടെ പോവുകയാണ് ഏറ്റവും നല്ലത്. ആ ടൂറിലാണ് പലരും എന്ത് ചെയ്തത്, കുട്ടികളോട് കൂടുതലുള്ള കമ്പനിയല്ല, ടൂറിലാണ് പലരും ലഹരി തുടങ്ങിയത്. MDMA കണ്ടത് ഒക്കെ ഇങ്ങനെയാണ് പലരും. അതെ, മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളോട് തന്നെ ഒരു 3 റൂമിന്റെ ചാവി ഒരാൾ തന്നിട്ട്, ഇതാ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, ആ 2 റൂമുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ റൂം തുറക്കരുതെന്ന് പറഞ്ഞാൽ അയാളോട് പോയാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യൽ എന്തായിരിക്കും? എന്തായാലും ഇത് നമ്മളോട് മറ്റേ റൂമും തുറന്നു നോക്കുക, എന്താ ഉള്ളതെന്ന് അറിയാന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇതേപോലെ ഈ ലഹരിയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നാണ് പല മക്കളും. അപ്പൊ ഇതൊക്കെ അഡിക്റ്റാണ്, പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ സമ്മർ വെക്കേഷനിനോട് പറഞ്ഞത്, ഇത് പറഞ്ഞു കൊടുത്തപ്പോ, ഉസ്താദെ ഞാൻ അഡിക്റ്റാലും എനിക്ക് ഉറപ്പാണ്, ഞാനൊന്ന് MDMA എന്തായാലും ഉപയോഗിച്ച് നോക്കും, കാരണം എനിക്കൊന്ന് അതിൻ്റെ ഇത് അറിയാൻ എന്ന് ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ പറയാണ്. നോക്കികള്, അവപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് കിടക്കന്നെ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങിയാൽ, അതുകൊണ്ടാണ് തുടങ്ങാതിരിക്കാൻ, തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വേറൊരു രീതിയിലേക്ക് പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ വിഷയത്തിൽ ഈ ഒഴിവുകാലം ഏറെ ശ്രദ്ധിച്ച് അവർക്കുള്ള ഒരുപാട് ക്ലാസ്സുകളും സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ വെക്കേഷൻ കാലത്ത് ദീനിയായി പഠിക്കാനുള്ള ഒരുപാട്, പീസ് റേഡിയോയിൽ തന്നെ കുട്ടികൾക്കുള്ള 6 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുപോലെ അങ്ങനത്തെ ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളെ മക്കളെ ബോധപൂർവം ഇടപെടുത്തി അതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ ഇതുവരെ പരീക്ഷക്കായതുകൊണ്ട് പള്ളിയിലൊക്കെ വരുന്ന കുറവേനി. ഇനി ഈ ഒഴിവുകാലത്ത് അവരും സുബൈക്ക് വരണം, അവരും നേരത്തെ കിടക്കണം. മൊബൈലൊക്കെ നമ്മളെന്നൊന്ന് കളി നിയന്ത്രിക്കണം. എന്ന് പറഞ്ഞാലേ പലരും ഈ മൊബൈൽ ഇപ്പോൾ ആര് തുറന്നാലും അതിങ്ങനെ പോയാൽ, ഇങ്ങനെ തോണ്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലാൻ മറക്കും. അല്ലെങ്കിൽ അതിമേ തൊട്ടാൽ നമ്മൾക്ക് സൂറത്തുൽ കൗഫ് വെള്ളിയാഴ്ച ഓതാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ തന്നെ പോയി പോകും. പിന്നെ നമുക്ക് മക്കളെ ഉപദേശിക്കാനും നിർവാഹമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നിയന്ത്രണം വരുത്തി അവരെയും നേരായ പാതയിലേക്ക് നയിക്കാൻ നമുക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ചാലേ സാധിക്കുള്ളൂ. ഇവിടെയൊക്കെ ശൈത്താന്റെ ഇടപെടൽ ഈ മൊബൈലുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന തിരിച്ചറിവൂടി നമുക്ക് വേണം. അതുകൊണ്ട് വളരെ ബോധവാന്മാരാകണം. ഇനി നമ്മളൊക്കെ അവസാനം ഈ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്താഞ്ഞാൽ സമയം ചോദിക്കുന്ന ഒരു ഘട്ടം വരും. അതെപ്പോഴാണ്? അത് ഐസിയുലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ പരിചയവും ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട്, അതായത് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കി കൈയോണ്ട് ഇങ്ങനെ താളം കാട്ടുമ്പം നമ്മളിങ്ങനെ ഒരു ശ്വാസമായിട്ട് ഇങ്ങനെ നിൽക്കണ ആൾക്കാരെ കാണലില്ല ഐസിയിൽ.
അപ്പോ കുടുംബക്കാരൊക്കെ വലിയ VIP ഒക്കെ വരുമ്പോ പറയും, നല്ല വലിയ കാറും വലിയ ആളും ഒക്കെ വരുമ്പോ നിങ്ങളല്ലോ അറിഞ്ഞു കിട്ടോ എന്നൊക്കെ പറയും. ഇയാൾ സമയം ചോദിക്കും. കാരണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ മരണത്തിന് തൊട്ട് മുമ്പ് ഫയഖൂല, അവനിങ്ങനെ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ, എനിക്കൊരു അവധിയൂടി തന്നാൽ, ഒരു സമയൂടി തന്നാൽ ഫസ്വദ്ദഖ വകുൻ മിൻ സദഖ ചെയ്തോളാം, സാലിങ്ങൾ ഉൾപ്പെട്ടോ, നല്ല ആളായിക്കോളാം. അതായിരിക്കും അദ്ദേഹം പറഞ്ഞു. നമ്മളോ നിങ്ങൾ അറിഞ്ഞിട്ടോ, മറ്റോലെ ചോദിക്കാട്ടോ, മനസ്സിലായിട്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ. പക്ഷേ ഇദ്ദേഹത്തിന്റെ മട്ട് മാറി സമയം ചോദിക്കാം. അന്ന് നമുക്ക് സമയം കിട്ടൂലല്ലോ. അള്ള പറഞ്ഞതാണല്ലോ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് കിട്ടൂലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കുട്ടികളെ നേരായ പാതയിലേക്ക് നയിക്കാൻ നമുക്ക് സാധ്യമാകണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ലഹരി ബാധിച്ച് മദ്യം കഴിച്ച് അങ്ങേയറ്റം വിറച്ച്, അത് കിട്ടാഞ്ഞാൽ കൈയിങ്ങനെ വിറച്ച് കാല് വിറച്ച് നിൽക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരു 2-3 ആഴ്ച ആയപ്പോഴൊന്ന് നോർമലായി ക്ലാസ്സൊക്കെ കേട്ടപ്പം ഒരു അഭിപ്രായം പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഞാനിവിടെ എത്തിയത് എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. രാത്രി പാതിരക്ക് ഞാൻ പലപ്പോഴും ഈ ലഹരി ഒരു ഹാഫ് ഇതിലിങ്ങനെ പോകുമ്പോൾ, ഇങ്ങനെ മെല്ലെ നീറ്റ് മൂത്രയിക്കാനൊക്കെ പോകുമ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പം ഉമ്മാന്റെ റൂമിൽ ഉമ്മ 3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ സുജൂദിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടെന്നാണ് ആ ലഹരി ഉപയോഗിച്ച മകൻ പറഞ്ഞു. എന്താ കേൾക്കാറോ, ഇന്റെ കുട്ടിനെ നന്നാക്കണേ അല്ല, ഇന്റെ മകനെ നന്നാക്കണേ അല്ല എന്ന് മനം പൊട്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മയാണ് എന്റെ ഉമ്മ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കിങ്ങള്, ഉമ്മാരെ പ്രാർത്ഥന, ഇങ്ങനൊക്കെ പെട്ടുപോയ ആളുകളെ വരെ രക്ഷപ്പെടുത്താൻ ഉമ്മാന്റിപ്പാന്റിയും ദുആക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ശൈത്താന്റെ ശർറിന് കാവൽ ചോദിച്ച് അതിന് വേണ്ടതെല്ലാം ചെയ്യണം. റബ്ബ് നമുക്കെല്ലാ നിലക്കും വിശുദ്ധമായ ജീവൻ നയിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പാപങ്ങൾ പൊറുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബ വിജ്ഞാന വേദി 6-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ സഭാ ഹാളിൽ ജംഷീർ സ്വലായി സാമ്പത്തിക പാഠങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കും. അത് കുടുംബസമേതം നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കലക്ഷൻ എന്നതുപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തന കലക്ഷനാണ്. അതിലും എല്ലാവരും സഹകരണം ഉണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ എളിമയും താഴ്മയും വിനയവും ധാരാളമായി വർദ്ധിപ്പിച്ചെറുമാറാകട്ടെ. നമ്മിൽ നിന്ന് മനസ്സുള്ളവർ മുഴുവൻ കുടുസായ ചിന്തകളും പോരും കേടും കിബറും അഹങ്കാരവും കാപട്യവും എല്ലാം വെള്ളവസ്ത്രം അഴുക്കിൽ ശുദ്ധീകരിക്കും പ്രകാരം പടച്ച റബ്ബ് നമുക്ക് കഴുകി ശുദ്ധമാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി ശൈത്താന്റെ ശർറിന് കാവൽ ചോദിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് കരുത്ത് പകരുമാറാകട്ടെ. ഈ ലോകത്ത് വിട പറയുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കും.